പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ജിജീഷ്. ജസ്റ്റ് പ്ലൈനറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയൽസാണ്. എപ്സ്റ്റീൻ ഫയൽസ്, അധാർമികതയും അധികാരവും അരങ്ങുവാഴുന്ന കാലം. നമ്മളെ ഞെട്ടിക്കുന്ന ചില കുറ്റകൃത്യങ്ങളുണ്ട്. ചില കുറ്റകൃത്യങ്ങൾ നമ്മളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. ജെഫ്രി എപ്സ്റ്റീൻ വെറുമൊരു ക്രിമിനൽ മാത്രമായിരുന്നില്ല. സമ്പത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നിരുന്നാലും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യർ ആരൊക്കെ എന്നറിയുമ്പോഴാണ്. അയാളെ ഇതൊക്കെ ചെയ്യാൻ സഹായിച്ചത് ആരെന്ന ചിന്തയാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ അധികാരികൾ തുടർച്ചയായി തോൽപ്പിച്ചു കളഞ്ഞുവല്ലോ എന്ന തിരിച്ചറിവ്. നിരന്തരമായ ആവശ്യങ്ങൾക്ക് ശേഷം ഈ വർഷം അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രേഖകൾ പ്രസിദ്ധീകരിച്ചു. ഇമെയിൽ സന്ദേശങ്ങൾ, കലണ്ടറുകൾ, യാത്രാവിവരങ്ങൾ, ചിത്രങ്ങൾ, അഭിമുഖങ്ങൾ, ശബ്ദരേഖകൾ, വീഡിയോ ദൃശ്യങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് എപ്സ്റ്റീൻ ഫയൽസ്. ഫയലിലെ പേരുകാരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ചോദിക്കാനുള്ളത് ശക്തമായ ചില ചോദ്യങ്ങളാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച്, അധികാരത്തെയും ധാർമ്മികതയെയും കുറിച്ച്, ആഗോളവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് അധികാരത്തിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് എന്ത് സന്ദേശമാണ് ഈ ഫയലുകൾ നൽകുന്നത്? എപ്സ്റ്റീൻ ഫയലുകൾ എന്നാൽ ഒരൊറ്റ റിപ്പോർട്ടോ പട്ടികയോ അല്ല. അമേരിക്കയിലെ സുതാര്യതാ നിയമങ്ങളനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട രേഖകളാണ്. കോടതി രേഖകളും ഫെഡറൽ അന്വേഷണ ഏജൻസികളുടെ സമക്ഷമുണ്ടായിരുന്ന വിവരങ്ങളും ഇമെയിലുകളും കോണ്ടാക്റ്റുകളും എപ്സ്റ്റീൻ്റെയും അനുയായികളുടെയും പക്കൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളും സാക്ഷിമൊഴികളും വിചാരണവേളയിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളും ഗവൺമെൻറ് കടലാസുകളും ഇതൊന്നും കൂടാതെ കോടതിയുടെയും മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ഭാഗമാകാത്ത റോ ഡാറ്റയും ഇതിനോടൊപ്പമുണ്ട്. ഈ വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം സത്യം അവധാനതയോടെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ലോകത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയക്കാർക്കിടയിൽ, താരരാജാക്കന്മാർക്കിടയിൽ, സെലിബ്രിറ്റികൾക്കിടയിൽ, രാജകുടുംബങ്ങൾക്കും ശാസ്ത്രജ്ഞർക്കും ശതകോടീശ്വരന്മാർക്കുമിടയിൽ യഥേഷ്ടം സ്ഥാനമുണ്ടായിരുന്ന ഒരാളായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. ആളുകൾ അടക്കം പറയുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് സത്യസന്ധമായി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി വരുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റേതാണ്. ഫ്ലൈറ്റ് വിവരങ്ങളും യാത്രാരേഖകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിൽ നിന്നുമാണ് 2000 കാലഘട്ടത്തിൽ ബിൽ ക്ലിൻ്റൺ എപ്സ്റ്റീനോടൊപ്പം യാത്ര ചെയ്തതിൻ്റെ രേഖകൾ വ്യക്തമായത്. എന്നാൽ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. 2019 ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും വളരെ മുൻപ് തന്നെ ഇയാളുമായുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചിരുന്നുവെന്നാണ് ക്ലിൻ്റൺ പറയുന്നത്. ക്ലിൻ്റനെതിരെ നിയമവിരുദ്ധമായ പ്രവൃത്തികളൊന്നും ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റിന് ശേഷം നമ്മുടെ മുന്നിലെത്തുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. 1990കളിലുടനീളം എപ്സ്റ്റീനുമൊത്ത് ഒരുമിച്ചുള്ള യാത്രകളും കൂടിക്കാഴ്ചകളും നിരവധി തവണ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2002 ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അയാളെ ടെറിഫിക് ഗേ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. 2008 ആദ്യമായി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അയാളുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരുന്നതായി ട്രംപ് ഇപ്പോൾ പറയുന്നു. ഇവിടെ ട്രംപിനെതിരെയും ക്രിമിനൽ ചാർജുകളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾക്കപ്പുറം ഈ ഇരപിടിയൻ എങ്ങനെയാണ് ഉന്നത കേന്ദ്രങ്ങളിലെ സ്വാഭാവിക അതിഥിയായി മാറിയിരുന്നത് എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രിൻസ് ആൻഡ്രൂവുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമപരമായ നടപടികളുണ്ടായ ഒരു ബന്ധമാണ് രാജകുമാരനും എപ്സ്റ്റീനും തമ്മിലുള്ളത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് ചൂഷണം ചെയ്യപ്പെട്ടു എന്ന പരാതി ഇവർക്കെതിരെ ഒരു യുവതി ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ 2022 കോടതിക്ക് പുറത്തു വച്ച് ആ കേസ് സെറ്റിൽ ചെയ്യുകയായിരുന്നു. ഭരണാധികാരികൾക്ക് ഇയാളുമായുള്ള ബന്ധത്തിൻ്റെ തെളിയിക്കപ്പെട്ട ഉദാഹരണം ഇതാണ്. മറ്റൊരാൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആണ്. 2002 ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും എപ്സ്റ്റീനുമായി ബിൽ ഗേറ്റ്സ് നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തിയെന്ന് ഇമെയിൽ സന്ദേശങ്ങളും യാത്രാവിവരങ്ങളും വ്യക്തമാക്കുന്നു. ഈ കൂടിക്കാഴ്ചകൾ തനിക്ക് പറ്റിയ തെറ്റാണെന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അയാളുടെ ക്രിമിനൽ പ്രവൃത്തികളിലൊന്നും പങ്കാളിയല്ലെന്നും
ബിൽ ഗേറ്റ്സ് വിശദീകരിക്കുന്നുണ്ട്. അധാർമികമായ പ്രവൃത്തിയെങ്കിലും ക്രിമിനൽ പങ്കാളിത്തം കണ്ടെത്താൻ ഇവിടെയൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഈ ഇരപിടിയനെതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്തും ഈ ബന്ധം ഇവർ പുലർത്തിയിരുന്നു എന്നത് ചോദ്യങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ത്യയും എപ്സ്റ്റീൻ ഫയലിൻ്റെ ഭാഗമായി കടന്നു വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് വ്യാജവാർത്തകൾ ഒഴുകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എപ്സ്റ്റീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പരാമർശിക്കുന്നുണ്ട്. അയാളുടെ ഇമെയിൽ സന്ദേശങ്ങളിൽ മോദിയുടെ പേര് കാണാം. 2017 ജൂലൈ മാസത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശന വേളയിൽ എപ്സ്റ്റീനിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് ട്രംപിന് വേണ്ടി ആടുകയും പാടുകയും ചെയ്തു എന്നാണ് സന്ദേശത്തിലുള്ളത്. 2019 മോദിയും വൈറ്റ് ഹൗസ് സ്ട്രാറ്റജിസ്റ്റ് സ്റ്റീവ് ബാനനുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. മോഡി ഈസ് ഓൺ ബോർഡ് എന്നൊരു പ്രയോഗമാണ് ഈ അവസരത്തിൽ എപ്സ്റ്റീൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് തെളിവുകളൊന്നുമില്ല. എപ്സ്റ്റീൻ ഇന്ത്യൻ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് അനിൽ അംബാനിയുമായി ചർച്ച നടത്തിയിരുന്നു എന്ന വിവരവുമുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരും ഫയലുകളിൽ കാണാം. എന്നാൽ അവിടെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി പ്രത്യക്ഷ ബന്ധങ്ങളൊന്നും കണ്ടെത്താനാവില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അനാവശ്യ വ്യാഖ്യാനങ്ങളെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയോ തെറ്റായ ഏതെങ്കിലും പ്രവൃത്തിയോ തെളിയിക്കുന്ന യാതൊന്നുമില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഉള്ള സംസാരങ്ങളിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു പേരാണ് ഇസ്രായേൽ രാജ്യത്തിൻ്റേത്. ഒരു ആരോപണമായോ ഗൂഢാലോചനയായോ ഒന്നുമല്ല, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ പേര് ഉയർന്നു വരുന്നത്. ഇസ്രായേലുമായി ആഴത്തിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ബന്ധങ്ങളുള്ള മീഡിയ ടൈക്കൂൺ റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകൾ ഗിസ്ലൈൻ മാക്സ്വെല്ലുമായി അടുത്ത ബന്ധം എപ്സ്റ്റീൻ പുലർത്തിയിരുന്നു. റോബർട്ട് മാക്സ്വെല്ല് ഇസ്രായേൽ രാജ്യം പരസ്യമായി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ മരണശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്തത് ജെറൂസലേമിലാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇൻ്റലിജൻസ് ഓഫീസർമാരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം പങ്കെടുത്തിരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എപ്സ്റ്റീൻ ഉണ്ടായിരുന്ന വലിയ സ്വാധീനത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എപ്സ്റ്റീൻ ഇസ്രായേലി ഏജൻസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നോ അല്ലെങ്കിൽ മൊസാദിൻ്റെ അംഗമായിരുന്നോ എന്നൊക്കെ നേരിട്ട് തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല. പക്ഷേ വെരിഫൈ ചെയ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട്. എപ്സ്റ്റീൻ നിരവധി തവണ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേലിലെ അക്കാഡമിക്സിനെയും ശാസ്ത്രജ്ഞന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാം അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇസ്രായേലിൻ്റെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിൽ വലിയ താൽപ്പര്യം എപ്സ്റ്റീൻ പുലർത്തിയിരുന്നു. ഇസ്രായേലിലെ രാഷ്ട്രീയ മേലാളന്മാരുമായി നിരന്തരം അയാൾക്ക് സൗഹൃദമുണ്ടായിരുന്നു. അയാളുടെ യാത്രാവിവരങ്ങളും ഇമെയിൽ സന്ദേശങ്ങളും വിവിധ മാധ്യമ പ്രവർത്തകർ നടത്തിയ അന്വേഷണവും ഇതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. എപ്സ്റ്റീൻ മൊസാദിൻ്റെ ആളായിരുന്നു എന്നുള്ളതിന് നേരിട്ട് തെളിവുകളില്ലെങ്കിലും ആഗോളതലത്തിൽ എപ്സ്റ്റീൻ വളർത്തിയെടുത്ത രാഷ്ട്രീയ മേലാളന്മാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ഇസ്രായേലായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമേരിക്കയും UK-യും ഫ്രാൻസും കരീബിയൻ രാജ്യങ്ങളുമെല്ലാം ഇതിലുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റെല്ലായിടത്തും എപ്സ്റ്റീൻ ഫയലുകൾ വലിയ ചർച്ചയാകുന്നുണ്ടെങ്കിലും ഈ ചർച്ചകളിലെല്ലാം അവഗണിക്കപ്പെടുന്നത് ഇരകളായ കുട്ടികളുടെ കാര്യമാണ്. വെറും 14 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2008 ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത്രയും കാലം സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതനായി ഇയാൾ വിഹരിച്ചത് എങ്ങനെയെന്നത് അമേരിക്കൻ നീതിന്യായ സംവിധാനത്തിൻ്റെ പരാജയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രോസിക്യൂട്ടർമാർ ഒത്തുകളിച്ചു. നീതി നിർവഹണ സംവിധാനമാകെ ഈ ക്രൂരനായ കുറ്റവാളിക്ക് മുന്നിൽ കണ്ണടച്ചു. കാരണം അധികാരമില്ലാത്തവരെ രക്ഷിക്കാൻ രൂപം കൊണ്ടിട്ടുള്ള ഈ സംവിധാനങ്ങൾക്ക് അധികാരത്തിൻ്റെ മുന്നിൽ മുട്ടുവിറക്കി. 2026 ഒടുവിൽ രേഖകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ പോലും അത് പല ഇരകളെയും ബാധിക്കുന്ന തരത്തിലായിരുന്നു. കാരണം പലരുടെയും പേരുകൾ വെളിപ്പെട്ടു. അത്ര അലക്ഷ്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് പിന്നീട് ചില രേഖകൾ പിൻവലിക്കേണ്ടി വരികയാണ് ചെയ്തത്. കരുതലും സഹാനുഭൂതിയുമില്ലാത്ത സുതാര്യത ഒരിക്കലും നീതിയല്ല. ഇത് ഒരു ക്രിമിനലിൻ്റെ മാത്രം കാര്യമല്ല, കൂടുതൽ ആഴത്തിലുള്ള വിഷയങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. സമ്പത്ത് കുറ്റവാളികളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. പ്രശസ്തി ധാർമ്മികതയെ അപ്രസക്തമാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ അറിയുകയാണ്. കുറ്റവാളികൾ അതിശക്തരാകുമ്പോൾ നീതി നിർവഹണ സംവിധാനങ്ങൾ തകരുന്നത് എങ്ങനെയെന്ന്
നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനുമപ്പുറം ഈ കുറ്റവാളിക്ക് ആരെയൊക്കെ അറിയാമെന്നതിലാണ് സമൂഹത്തിനും മാധ്യമങ്ങൾക്കും താല്പര്യം. എന്നാൽ ഈ ഇരകളുടെ വിലാപങ്ങളെങ്ങനെ അവഗണിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുന്നേയില്ല. രാജകുടുംബങ്ങളുടെ ഇടനാഴികളിൽ, അധികാരത്തിൻ്റെ ഇരുണ്ട വഴികളിൽ, സർവകലാശാലകളിലെ പ്രഭാഷണ കുലപതികളിൽ, അമേരിക്ക മുതൽ ഇന്ത്യ വരെയുള്ള രാജ്യങ്ങളിൽ, മാധ്യമങ്ങളിൽ ഒക്കെയും ധാർമ്മികതയുടെ പരാജയം നമുക്ക് കാണാം. നീതി ഒരു പ്രതികാരമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലും ഉത്തരവാദിത്ത നിർവഹണവും പരിഷ്കരണവുമാണ്. ചില നിഗൂഢ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ് ലോകം മുഴുവൻ എന്നൊന്നും എപ്സ്റ്റീൻ ഫയലുകൾ ഉറപ്പിക്കുന്നില്ല. എന്നാൽ അതിലേറെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇരകൾ ആക്രമിക്കപ്പെടുന്നത് ഇരുളിൽ മാത്രമല്ലെന്നും ലോകത്തെ അധികാരവർഗത്തിൻ്റെ വരേണ്യരുടെ രാജകീയമായ നിശബ്ദതയിലാണെന്നും ഈ ക്രിമിനൽ സംഘം വ്യക്തമാക്കുന്നു. നമുക്ക് നിശ്ചയമായും ചെയ്യാനാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഇരകളെ വിശ്വാസത്തിലെടുക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് സുതാര്യത ആവശ്യപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ആരോപണ വിധേയർ എത്ര ഉന്നതരായാലും ധാർമ്മികമായ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാകരുത് എന്നുള്ളതാണ്. ബിലീവ് വിക്ടിംസ്, ഡിമാൻഡ് ട്രാൻസ്പെറൻസി, refuse moral compromise no matter how powerful the name.